എങ്കിലും ദൈവത്തെ അനുസരിച്ചിട്ട്, ദൈവവചനം അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു തോൽവി ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ദൈവത്തെ അനുസരിച്ചതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ തോൽവിയാണ് നിങ്ങളുടെ ജയം. ദൈവത്തെ അനുസരിക്കാതെ നിങ്ങൾ നേടിയെടുത്ത ജയമാണ് നിങ്ങളുടെ തോൽവി. ദൈവത്തെ അനുസരിച്ചതിനാൽ, ദൈവവചനം അനുസരിച്ചതിനാൽ അതൊരു തോൽവിയായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയ ആ സംഭവമാണ് നിങ്ങളുടെ ജയം. ദൈവത്തെ അനുസരിക്കാതെ വെട്ടിപ്പിടിച്ചെടുത്ത, വചനം അനുസരിക്കാതെ നേടിയെടുത്ത നിങ്ങളുടെ ജയം എന്ന് നിങ്ങൾ പറയുന്ന ആ വിഷയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്ന വലിയ തോൽവി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സമയത്ത് ദൈവത്തെ അനുസരിക്കുന്നത് നമുക്ക് തോൽവിയായി തോന്നിയാലും, ദൈവവചനം അനുസരിച്ചതൊരു തോൽവിയായെന്ന് നമുക്ക് ചിന്തയിൽ വന്നാലും, പിന്നത്തേതിൽ കാലം തെളിയിക്കും നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതായിരുന്നു എൻ്റെ ജയം എന്ന്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ, Deuteronomy chapter 34:9, നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. മോശമാരുടെ കൈവെപ്പുകൾ ജോഷുവയെ സംബന്ധിച്ച് കാണുന്നതെല്ലാം അവന്റെ മോശയായിരുന്നില്ല. ജോഷുവ അവന്റെ ബാല്യപ്രായം മുതൽ മോശയുടെ മരണം വരെയും അവൻ ഒരു മോശയെ ഉണ്ടായിരുന്നുള്ളൂ. പല മോശമാർ അവനുണ്ടായിരുന്നില്ല. എന്നാൽ ജോഷുവ മോശ എന്ന് പറയുന്ന ദൈവപുരുഷന്റെ കൈവെപ്പ് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ബഹുമാനിക്കുന്നതും മാത്രമേ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കാത്തതും നിങ്ങൾ ബഹുമാനിക്കാത്തതുമായതൊന്നും നിങ്ങളിലേക്ക് വരികയില്ല. നിങ്ങൾ രോഗശാന്തി ശുശ്രൂഷ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഹീലിംഗ് മിനിസ്ട്രിയെ വളരെ റെസ്പെക്റ്റോടുകൂടെ കാണുന്ന ഒരാളാണെങ്കിൽ, definitely that ministry will impart you and attract you. നിങ്ങൾ പ്രൊഫറ്റിക് മിനിസ്ട്രിയെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, നിങ്ങളത് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്യാൻ കൊതിക്കുന്ന ആളാണെങ്കിൽ, definitely that prophetic grace will attract you and impart you. നിങ്ങൾ വിമർശിക്കുന്നതൊന്നും നിങ്ങളിലേക്ക് വരികയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമേ നിങ്ങളിലേക്ക് വരികയുള്ളൂ. ജോഷുവ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു തന്റെ മീതെ ദൈവമാക്കിയിരുന്ന ദൈവപുരുഷനായ മോശയുടെ കൈവെപ്പ്. അത് ഇടയ്ക്ക് നമുക്ക് ആവശ്യമാകട്ടോ. യെസ്, ഇടയ്ക്ക് ആവശ്യമാണ്. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ അവനെ അനുസരിച്ചു. ആരെ അനുസരിച്ചു? ജോഷുവയെ. What is the reason? The reason is Moses. The reason is Moses. ജോഷുവ എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ, ചെറുപ്പക്കാരനെ, ദൈവത്തിന്റെ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി. ആ ഒറ്റ കാരണം കൊണ്ട്, മോശയുടെ ഇമ്പാർട്ടേഷൻ ജോഷുവയിൽ ഉണ്ടായിരുന്ന കാരണം കൊണ്ട്, ഇസ്രായേൽ മക്കൾ ജോഷുവയെ അനുസരിച്ചു. Your value, really your value is not only Jesus, not only God. Your value in some side, in other side, you are man of God.
എന്തുകൊണ്ട് ജോഷുവ അംഗീകരിക്കപ്പെട്ടവനായി? ബിക്കോസ് ജനം ഒരു കാര്യം തിരിച്ചറിഞ്ഞു, മോശയ്ക്ക് ജോഷുവ ഇഷ്ടമാണ്. ജനം ഒരു കാര്യം മനസ്സിലാക്കി, ജോഷുവയെ മോശ സ്നേഹിക്കുന്ന ആളാണ്. മോശയുടെ അടുത്ത ആളാണ് ജോഷുവ എന്ന ഒറ്റ ചിന്തയിൽ, ആ ഇംപാർട്ടേഷനിൽ പീപ്പിൾ ആർ അക്സെപ്റ്റഡ് ഹിം. ഹല്ലേലൂയ. ഇനി തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. നിങ്ങൾ വിതയ്ക്കാത്തത് കൊയ്യാൻ ആഗ്രഹിക്കരുത്. നിങ്ങളുടെ വെറും സ്വപ്നം മാത്രമാണത്. ഞാനൊരു പയറ് വിതയ്ക്കാതെ, ഒരു പാവലിന്റെ അരി വിതയ്ക്കാതെ ഇപ്പൊ കിളിച്ചു വരും എന്ന് ചിന്തിച്ചിരിക്കരുത്. ഒരു കാരണവശാലും അതിലൊന്നും വരാൻ പോകുന്നില്ല. അതെന്റെ സ്വപ്നം മാത്രമാണ്. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. ഹല്ലേലൂയ. എന്നോടൊപ്പം ആയിരിക്കുന്ന ഒരു ദൈവപുരുഷനെ എന്റെ ജനം ബഹുമാനിക്കുന്നത് അവരെനിക്ക് തരുന്ന ബഹുമാനമാണ്. ജോഷുവ അങ്ങോട്ട് കൊടുത്തതാണ് ജനത്തിൽ നിന്ന്. ജോഷുവ മോശയ്ക്ക് അങ്ങോട്ട് കൊടുത്തതാണ് ജനത്തിൽ നിന്ന് ജോഷുവയ്ക്ക് ഇങ്ങോട്ട് കിട്ടിയത്. It is very important. Hallelujah. Hallelujah. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് പറയുന്നു, മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി. അതിനകത്ത് കാര്യം പറഞ്ഞ കാര്യമുണ്ട്. ഈ തിമോത്തിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വിശ്വാസ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മകനാണ്. അവന്റെ അമ്മയും വല്യമ്മയും പൗലോസിന്റെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം സഞ്ചരിച്ചിരുന്നവരും പ്രവർത്തിച്ചിരുന്നവരുമാണ്. എന്നാൽ തിമോത്തിയുടെ അമ്മ, വല്യമ്മ, ഇവർ രണ്ടുപേരും ചേർന്ന് തിമോത്തിയോസിനെ പൗലോസിനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് തിമോത്തിയോട് പറയുന്നുണ്ട്, എന്റെ കൈവപ്പിനാൽ നിന്നിൽ ജ്വലിച്ച ദൈവത്തിന്റെ കൃപാദാനങ്ങൾ അല്ലെങ്കിൽ കൃപാവരങ്ങൾ, I completely believe that. പഴയ നിയമത്തിൽ ഒരു ജോഷുവയിൽ മാത്രമല്ല മോശയിലൂടെ അത് സംഭവിച്ചത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസിലൂടെ അത് തിമോത്തിയിൽ സംഭവിക്കുകയാണ്. Can you please write it out? Heart to heart connection with your leader. ബന്ധങ്ങളിൽ നിങ്ങൾക്കറിയാം, ദൈവം തന്റെ സഭയെ പണിയുന്നത് വെളിപ്പാടുകളിലൂടെയും ബന്ധങ്ങളിലൂടെയാണ്. ഓക്കെ, ഈ ബന്ധങ്ങളിൽ ദൈവം നോക്കുന്നത് ഹൃദയം കൊണ്ടുള്ള ബന്ധമാണ്, ഈ ഉപരിതലമല്ല. ബന്ധങ്ങളിലെ ആഴം, അത് ഭർത്താവിനോടാണെങ്കിലും, അത് ഭാര്യയോടാണെങ്കിലും, അത് മക്കളോടാണെങ്കിലും, അത് മാതാപിതാക്കളോടാണെങ്കിലും, അത് നിങ്ങൾക്ക് മീതെയുള്ള ദൈവപുരുഷനോടാണെങ്കിലും, നിങ്ങളുടെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോടാണെങ്കിലും, ഈ ഉപരിതലത്തിൽ ചലിക്കുന്ന സാധനമല്ല നിലനിൽക്കുന്നത്. ചായ എത്ര അടിച്ച് പതച്ചാലും ഈ പത മേളിൽ ഇങ്ങനെ വന്നിങ്ങനെ ബബിൾ ചെയ്ത് മേളിൽ ഉപരിതലത്തിൽ നിന്നാലും 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ കുമ്പളെല്ലാം പൊട്ടിപ്പോകും. പിന്നെ മേളിൽ പാട കെട്ടിയ ചായ മാത്രം കാണും. ഈ ഉപരിതലത്തിൽ പതഞ്ഞു നിൽക്കുന്ന ഒന്നല്ല നിലനിൽക്കുന്നത്, ആഴമുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ബന്ധങ്ങളിൽ ആഴമുണ്ടാകണം. അത് ദൈവം ശ്രദ്ധിക്കുന്നു. ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 16 verse 7. Do not look on his appearance, on the height of his stature. Man looks on the outward appearance, but the Lord looks on the heart. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്ന ചിരി നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്ന ഹല്ലേലൂയ നോക്കുന്നു. മനുഷ്യൻ കണ്ണിന് കാണുന്ന കയ്യടി നോക്കുന്നു. മനുഷ്യൻ
കണ്ണിന് കാണുന്ന എക്സ്റ്റേണൽ ബിഹേവിയേഴ്സ് നോക്കുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-10 അതിന്റെ 11-ാം വാക്യം വളരെ ഗൗരവമാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത് അതാരാഞ്ഞറിഞ്ഞവൻ ആര്? അത് പിടിക്കുന്ന ആൾ ആരാണ്? അതാരായുന്നവൻ ആരാണ്? 10-ാമത്തെ വാക്യം പറയുകയാണ്, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തൻ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. 11-ാം വാക്യം വളരെ സീരിയസ് ആണ്. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ട പൊരിന്നിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാകുന്നു. അവന്റെ മധ്യായുസിങ്കിൽ അതവനെ വിട്ടുപോകും, ഒടുവിൽ അവൻ ഭോഷനായിരിക്കും. താൻ ഇടാത്ത ഒന്ന്, ന്യായമായിട്ടല്ലാതെ സമ്പാദിക്കുന്നവൻ, ദൈവഹിതമല്ലാത്ത സമ്പത്ത്. തിരുവെടുത്ത് പറയുന്നു, ആരാണ് ഭോഷനാകുന്നത്? ആർക്കാണത് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നത് ചോദിച്ചാൽ, താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരി പക്ഷി. നമ്മൾ സമ്പാദിക്കാത്ത, നമ്മൾ അധ്വാനിക്കാത്തത്, നമ്മുടേതല്ലാത്തത് നമ്മൾ മറ്റൊരാളിൽ നിന്ന് തട്ടിയെടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും അവനത് അനുഭവിക്കത്തില്ല. സദൃശ്യവാക്യം 27:19 തിരുവെഴുത്ത് പറയുന്നു, വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. വെള്ളത്തിനകത്ത് നിങ്ങൾ നോക്കുമ്പോ മുഖത്തിനൊത്തവണ്ണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ വേണം പറയും, വെള്ളത്തിനൊത്തവണ്ണം നമ്മൾ മുഖത്തെ കാണും. വെള്ളം ഫ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസും ഫ്ലോട്ട് ചെയ്യും. വെള്ളം ചലിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് മുഖം നോക്കിയാൽ നമ്മുടെ മുഖവും ഇങ്ങനെ ചലിക്കുന്നതായിട്ട് കാണും. ഇതുപോലെ മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തിനൊത്തവണ്ണമാണ്, ലിസൺ, നിങ്ങളൊരു മനുഷ്യനെ ആണെങ്കിലും ഒരു ശുശ്രൂഷയാണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ കണ്ണിന് കാണുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് പോലെ മാത്രമേ നിങ്ങളുടെ അവസാനം വരെ അദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് അത് പൊളിക്കാതെ, ആ ചിന്തകൾ പൊളിക്കാതെ, ആ ചിന്തകളിൽ ഒരു വ്യത്യാസമുണ്ടാകാതെ, അത് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാതെ, പ്രാർത്ഥിച്ചത് ക്രമീകരിക്കാതെ ഒരു കാരണവശാലും ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളിൽ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് ഹൃദയത്തിൽ സംശയിച്ചു പോയാൽ, സംശയമെന്ന ദുരാത്മാവ്, തെറ്റിദ്ധാരണ അകത്ത് വന്നു പോയാൽ ലൈഫ് പോയില്ലേ? പിന്നെ ആ കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകുമോ? അപ്പൊ അത് ക്രമീകരിക്കപ്പെടണ്ടേ? ഒന്ന് കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതെവിടെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയാണ്. സംഭവം കറക്റ്റാണ്. പക്ഷെ അതായിരിക്കില്ല ഒരുപക്ഷെ യാഥാർത്ഥ്യം. ഞാൻ ഈ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, അതൊരു ഭയങ്കര കാര്യം ഞാൻ ഈ പറഞ്ഞ ലീഡർഷിപ്പിനോടുള്ള ബന്ധത്തിൽ, വിഷനോടുള്ള ബന്ധത്തിൽ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 23-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിൽ പറയുന്നു, അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ ആരുടെ മകനാണ്? ശൗൽ രാജാവിന്റെ മകൻ പുറപ്പെട്ടു. ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടണ്ട, എന്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. ജോനഥാൻ
ശൗലിന്റെ മകൻ കാട്ടിൽ ചെന്ന് ദാവീദിനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. ഹല്ലേലൂയ. അപ്പം ദർശനം, ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് പറഞ്ഞത്. ദർശനം പിടിക്കുന്നവരായിരിക്കണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ലീഡറിനെ നിങ്ങൾ മനസ്സിലാക്കുന്ന ആളായിരിക്കണം. നിങ്ങൾ തിരിച്ചറിയുന്ന ആളായിരിക്കണം. ചേർന്നൊരു ആമീൻ പറയാമോ? ഹല്ലേലൂയ. എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല, നീ ഇസ്രായേലിന് രാജാവാകും, അന്ന് ഞാൻ നിനക്ക് രണ്ടാമനായിരിക്കും. ശൗൽ ആരെ കൊല്ലാൻ നടക്കുക? നിങ്ങൾക്കൊരു സത്യം അറിയോ പാസ്റ്ററെ? ശൗല് ഈ ദാവീദിനെ തീർത്താൽ, ദാവീദിനെ കൊന്നാൽ, ഇതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കായിരിക്കും എന്നറിയോ? ഫിസിക്കലി യോനാഥാനാണ്. കാര്യം, യോനാഥാൻ വ്യവസ്ഥ പ്രകാരം ശൗലിന്റെ മകനാണ്. ദാവീദിനെ തീർത്താൽ ശൗൽ രാജാവ് അടുത്ത കിങ് ആയിട്ട് ജോനാഥാനെ കയറ്റും. ജോനാഥാന് രാജാവാകാം. പക്ഷെ ജോനാഥാൻ ദാവീദിന്റെ ഹൃദയം പിടിച്ചെടുത്ത ആളാണ്. അതാണ് ഞാൻ ഈ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോനാഥാൻ അറിയാം ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ദാവീദ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി വരേണ്ടവനാണ്. ദാവീദാണ് അതിന്റെ യോഗ്യനായ മനുഷ്യൻ. അപ്പോ ഒന്നാമനായിരിക്കേണ്ടവൻ രണ്ടാമനായിരിക്കേണ്ടവനോട് പറയുന്നു, നീ ഒന്നാമനായിക്കോ, ഞാൻ രണ്ടാമനായിക്കോളാന്ന്. എന്റെ ചോദ്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ശുശ്രൂഷാ നിരയിൽ രണ്ടാമനാകാൻ ആരുണ്ട്? രണ്ടാമനാകാൻ എത്ര പേരുണ്ട്? എല്ലാവരും. ഈ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ വലിയവനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദാസനാകട്ടെ. ദാസനാകാൻ ആരുണ്ട്? സബ്മിസീവ് ആകാൻ ആരുണ്ട്? രണ്ടാമനാകാൻ ആരുണ്ട്? ഈ ഒരു മനോഭാവം ശരിക്കും ജോനാഥാന്റെ അകത്തുണ്ടായിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഒന്ന്, ദാവീദ് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടത്. രണ്ട്, ഇസ്രായേലിന്റെ ചരിത്രം കണ്ടതിൽ ഏറ്റവും ശക്തനായ ഒരു രാജാവിനെ അവർക്ക് ലഭിച്ചത്. മക്കളെ, ഈ രണ്ടാമനാകാൻ തീരുമാനിക്കുന്ന ചിലരാണ് ചില രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. രണ്ടാമനാകാൻ ദാവീദ്, ജോനാഥാൻ അറിയാം. ജോനാഥാന്റെ മേളിൽ അല്ല വാഗ്ദത്തം കിടക്കുന്നത്. ജോനാഥാൻ അറിയാം, ജോനാഥാനെ അല്ല സാമുവേൽ അഭിഷേകം ചെയ്തത്. ജോനാഥാൻ അറിയാം, ജോനാഥാനെ അല്ല ഇസ്രായേലിന്റെ രാജാവായി ദൈവം നിയോഗിച്ചിരിക്കുന്നത്. അപ്പനായ ശൗലിന്റെ പിടിവാശിയുടെ നടുവിൽ ആമീൻ ദൈവകൃപയുള്ള പ്രവാചക അഭിഷേകമുള്ള യോനാഥാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് പറയുന്നു, ആമീൻ ദാവീദേ, ഡിക്ലറേഷൻ ആണ്. ദിസ് എ പ്രൊഫറ്റിക് ഡിക്ലറേഷൻ. എന്റെ അപ്പൻ ഇനി എന്നെ ആക്കാൻ ശ്രമിച്ചാലും നീ ഇസ്രായേലിന്റെ രാജാവാകും. ഹൃദയവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന യോനാഥാന്മാർ ദൈവസഭകളിൽ എഴുന്നേൽക്കട്ടെ. ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഉണ്ടാകട്ടെ. Thank you, Lord Jesus. Thank you, Lord Jesus. നിങ്ങൾക്കറിയോ, ജോനാഥാൻ ആത്മാവിൽ പ്രവചിച്ച
ഈ സത്യം ആ ഹൃദയവുമായിട്ടുള്ള ബന്ധമാണത്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായപ്പോഴും ദാവീദിനെ അത് ഓർമ്മിപ്പിച്ചുണർത്താൻ രഹസ്യമായി അവന്റെ അരമനയിൽ കയറി വന്നവനാണ് യോനാഥാൻ. കാരണം മോനെ മറ്റൊന്നും അതിനകത്തില്ല, യോനാഥാൻ ഒരു ബെനിഫിറ്റും ഇല്ല ഇതിൽ. പക്ഷേ യോനാഥാനെ കണ്ടാ മതി. ദാവീദ് നിലനിൽക്കുന്നത് കാണണം അവന്. ആ മനുഷ്യൻ തന്റെ രാജ്യത്തിൽ വാഴ്ച നടത്തുന്നത് കാണണം. കർത്താവിന് അങ്ങനെയുള്ളവരെ ആവശ്യമുണ്ട്, ഉണർവ് കാണാൻ കൊതിക്കുന്നവരെ. വിടുതൽ കാണാൻ കൊതിക്കുന്നവരെ, ഉണർവിനോടൊപ്പം നിൽക്കാൻ കൊതിക്കുന്നവരെ, പട്ടണത്തിന്റെ വിടുതൽ കാണാൻ കൊതിക്കുന്നവരെ. പ്രവചിക്കാൻ ഞാൻ തയ്യാറാണതിന്, പാടാൻ ഞാൻ തയ്യാറാണതിന്, പ്രസംഗിക്കാൻ ഞാൻ തയ്യാറാണതിന്, പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണതിന്, പ്രവചിക്കാൻ ഞാൻ തയ്യാറാണതിന്, ഒപ്പം നിൽക്കാൻ തയ്യാറാണതിന്, ഹൃദയത്തോട് ഹൃദയം ചേർന്ന് നിൽക്കാൻ തയ്യാറാണതിന്, രണ്ടാമനാകാൻ ഞാൻ തയ്യാറാണ്. രണ്ടാമനാകാൻ ഞാൻ തയ്യാറാണ്. ജനതൻ പറയുന്നു, ഞാൻ ആത്മാവിൽ നിന്നോട് പ്രവചിക്കുന്ന നീ ഇസ്രായേലിന്റെ രാജാവാകും എന്ന് ഞാൻ ആത്മാവിൽ നിന്നോട് പ്രവചിക്കുന്നത് എന്റെ ആത്മാവിലാണ് ഞാൻ പ്രവചിക്കുന്നെങ്കിലും ദാവീദേ, നിനക്കൊരു കാര്യം അറിയാമോ? നീ ഇസ്രായേലിന്റെ രാജാവാകുമെന്ന് എന്റെ അപ്പനായ ശൗലും അറിയുന്നു. കാരണം ആത്മമണ്ഡലത്തിൽ എനിക്ക് വെളിപ്പെട്ടത് തന്നെ പൈശാചിക മണ്ഡലത്തിലും വെളിപ്പെട്ടു നിൽക്കുകയാണ്. ദൈവസഭയുടെ ദർശനം ആത്മാവുള്ളവൻ മാത്രമല്ല അറിഞ്ഞിരിക്കുന്നത്, ഈ സഭയിലൂടെ ഉണർവുണ്ടാകുമെന്ന് ശൗലും അറിഞ്ഞിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ നീ തോറ്റുപോകരുത്, ഈ യുദ്ധത്തിൽ നീ വിട്ടുകൊടുക്കരുത്, ഈ യുദ്ധത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കണം യോനാഥാനെ. യോനാഥാന്മാർക്കൊന്നേ പറയാനുള്ളൂ, ദൈവം അഭിഷേകം ചെയ്തവൻ മുന്നിൽ നിൽക്കണം. യോനാഥാൻ അതേ പറയാനുള്ളൂ, ദൈവം അഭിഷേകം ചെയ്തവൻ മുന്നിൽ നിൽക്കണം. രണ്ടാമനാകാൻ ഞാൻ റെഡിയാണ്. രാജ്യത്തിന്റെ സംവിധാനങ്ങൾ മാറിമറിഞ്ഞു. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായി തീർന്നപ്പോൾ നിങ്ങൾക്കറിയാം, താൻ ചെയ്ത സകല യുദ്ധങ്ങളും ജയിച്ചു. ഇസ്രായേൽ എന്ന രാജ്യം തല ഉയർത്തി പിടിച്ചു. നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ മുഴുവൻ ദാവീദിന്റെ കാലത്ത് തിരിച്ചു വന്നു. ഒരുത്തൻ രണ്ടാമനാകാൻ തീരുമാനിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. 18ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഹൃദയവുമായിട്ടുള്ള ബന്ധം. യോനാഥാൻ വരുന്ന വീട്ടിനകത്ത്, കേൾക്കുന്നുണ്ടോ മക്കളെ? യോനാഥാൻ വരുന്ന വീട്ടിനകത്ത് എല്ലാ ദിവസവും യോനാഥാൻ കേൾക്കുന്നത് ദാവീദിനെ കുറിച്ചുള്ള കുറ്റവും കുറവും ശൗലിന്റെ പ്രാക്കുമാണ്. ഞാൻ അവനെ കൊല്ലും, ഞാൻ അവനെ തീർക്കും, ഞാൻ അവനെ വെച്ചോണ്ടിരിക്കില്ല, അവൻ അതാണ് ഇതാണ്. ആ വീട്ടിൽ നിന്നാണ് യോനാഥാൻ വരുന്നത്. പക്ഷേ അതൊന്നും അവന്റെ ഹൃദയത്തെ തൊട്ടില്ല. കാരണം ദാവീദിന്റെയും അവന്റെയും ഹൃദയം ദൈവത്തിന്റെ ആത്മാവിൽ ഒരു പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ 2024 യോനാഥാന്മാരുടെ സീസണാണ്. പ്രവചിക്കുന്ന യോനാഥാന്മാർ, ദൈവസഭകളെ പണിയുന്ന യോനാഥാന്മാർ, രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന യോനാഥാന്മാർ.
അഭിഷിക്തന്റെ ഒപ്പം നിന്ന് പ്രവചിക്കുന്ന യോനാഥാന്മാർ, അരമനകളിൽ കയറി ആലോചനകൾ അറിയിക്കുന്ന യോനാഥാന്മാർ, അശുദ്ധാത്മ സ്വന്തം അപ്പനാമെ പോലും അശുദ്ധാത്മാവിനോട് കോംപ്രമൈസ് ചെയ്യാത്ത യോനാഥാന്മാർ, സ്വന്തം അപ്പനാമെ കൂടെ അശുദ്ധാത്മാവിനോടും ദർശനത്തിന് വിരോധമായി സംസാരിക്കുന്നവനോടും എഗ്രി ചെയ്യാത്ത യോനാഥാന്മാർ. ദാവീദിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന യോനാഥാനെ, ദാവീദിന്റെ ഹൃദയത്തിൽ നീ ഉണ്ട് എന്ന സത്യം തിരിച്ചറിയരുത്. ദാവീദിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന യോനാഥാനെ, ദാവീദിന്റെ ഹൃദയത്തിൽ നീയുമുണ്ട് എന്ന സത്യം നീ മറന്നു പോകരുത്. യോനാഥാൻ തിരിച്ചു വീട്ടിലോട്ട് പോയില്ലേ? ആ വീട്ടിൽ ചെന്നപ്പോ ഒരുത്തൻ ഭ്രാന്ത് പിടിച്ച വീട്ടിൽ നിപ്പോണ്ട്, ശൗല്, ഇവന്റെ അപ്പൻ. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊന്നും ദാവീദിന് അനുകൂലമല്ല. വളരെ നെഗറ്റീവ് പറയുന്ന, ഞാനിതിനെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു, നിങ്ങളുടെ അഭിഷിക്തനും നിങ്ങളുടെ ദർശനത്തിനും വിരോധമായി സംസാരിക്കുന്നവർ നിങ്ങളുടെ വീട്ടിലുണ്ടാകാം, നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടാകാം, നിങ്ങളുടെ അരികിൽ വന്നേക്കാം. പക്ഷെ അപ്പോഴും നീ ഒരു യോനാഥാനായിരിക്കണം. And they too made a covenant before the Lord. We are ministering before the Lord. We are worshiping before the Lord. That covenant relationship, heart-to-heart relationship, is very important. Understanding mind, understanding spirit. ശൗല് ദാവീദിനെ എതിരാന്ന് ജോനഥാൻ അറിയാം. ദാവീദ് രാജാവാകുമെന്ന് പൈശാചിക മണ്ഡലത്തിന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും ജോനഥാൻ അറിയാം. Because he is a prophet. ജോനഥാൻ അറിയാം, എന്റെ അപ്പൻ ദാവീദിനെ തീർത്തു കളഞ്ഞാൽ അതെനിക്കാ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ദാവീദ് മരിക്കരുതെന്നാണ് ജോനാഥാന്മാരുടെ ആഗ്രഹം. എങ്ങനെയും ദാവീദ് തീരണമെന്നല്ല, അത് പൈശാചിക മണ്ഡലത്തിന്റെ ശൗലുമാരുടെ ആഗ്രഹമാണ്, അത് ദുരാത്മാവ് ബാധിച്ച ശൗലുമാരുടെ ആഗ്രഹമാണ്. പക്ഷെ ആ അഭിഷേകമുള്ള പ്രവാചകനായ ദൈവ പൈതലായ ജോനാഥാന്മാരുടെ ആഗ്രഹം, he want to stand. ജീസസ് പറഞ്ഞ ഹൃദയവുമായുള്ള ബന്ധം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്നറിയോ? ഈ ഉടമ്പടി ചെയ്ത് ഇപ്പൊ ജോനഥാനും ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യാതിരുന്നാൽ ഇവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുകയില്ല. ഈ മിനിസ്ട്രിയുടെ കൂടെ നിൽക്കുന്നവരും ചേർന്ന് നിൽക്കുന്നവരും ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്നവരും ചെറുതും വലുതുമായ ഉത്തരവാദിത്തം നിൽക്കുന്നവരെല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ ആമോസിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ? ഉത്തരം പറ. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? രണ്ടുപേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുകയില്ല. അവർ രണ്ടുപേരും എഗ്രി ചെയ്യണം, രണ്ടുപേരും ഒക്കണം, ഒന്നിക്കണം, എഗ്രി ചെയ്യണം. ഓ ഹല്ലേലൂയ. ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ദൈവം എന്നെ ഈ ഉണർവിൽ കൊണ്ട് നട്ടിരിക്കുന്നു. ഈ ഉണർവ് നിലനിൽക്കണം. ഈ ഉണർവ് രാജ്യങ്ങളെ തൊടണം. ഈ ഉണർവ് പട്ടണങ്ങളെ നേടണം. ഈ ഉണർവ് 10,000ങ്ങളുടെ വിടുതലിന് കാരണമാകണം. ഗവൺമെന്റുകൾ പോലും ആശ്രയിക്കുന്ന ഒരു ഉണർവാക്കി ഈ ഉണർവിനെ ദൈവം തീർക്കണം. ഇത് എഗ്രി ചെയ്യണം. ഈ 2024 കുറ്റികളെ അടിക്കണമെന്നും
കയറുകളെ നീട്ടിക്കെട്ടണമെന്നും എന്റെ ആലയം വിശാലപ്പെടണമെന്നും ശുശ്രൂഷ എക്സ്പാൻഡഡ് ആകണമെന്നും വിഷൻ എക്സ്പാൻഡഡ് ആകണമെന്നും ആത്മാക്കളെ നേടണമെന്നും വലിയ ദൈവപ്രവൃത്തികൾ നടക്കണമെന്നും ഒപ്പം നിൽക്കുന്നവരുടെ അകത്ത് ഒരു എക്സ്പെക്ടേഷനും എഗ്രിമെന്റും ഉണ്ടാകണം. Blessed be the name of the Lord. നിങ്ങൾക്കൊരു ദർശനം, എനിക്ക് വേറൊരു ദർശനം, നിങ്ങളുടെ ഭർത്താവിന് വേറൊരു കാഴ്ചപ്പാട്, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേറൊരു കാഴ്ചപ്പാട്, അതിനകത്ത് ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാകത്തില്ല. ഒരു കുടുംബമാണെങ്കിൽ പോലും എല്ലാവരും കൂടെ ഒത്തൊരുമയോടെ പോയാലേ ആ കുടുംബം സന്തോഷകരമാകത്തുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു മനസ്സ് തരണം. എന്റെ മൈൻഡിനെ ആ നിലയിൽ സെറ്റ് ചെയ്യണം. പറ്റുമെന്നേ? വി ക്യാൻ. എന്റെ ഹൃദയത്തെ ആ നല്ല നിലമാക്കി ഒരുക്കിയെടുക്കണം. ഇതൊരു എഗ്രിമെന്റ് ആണ്, ഇതൊരു കവനന്റ് ആണ്. അറിവും തിരിച്ചറിവും തമ്മിൽ വ്യത്യാസം. നമുക്ക് ഒരുപാട് അറിവുണ്ട്, നമുക്ക് പലതിലും ഭയങ്കര അറിവുണ്ട്. പക്ഷെ അറിവല്ല നിങ്ങളെ ജയിപ്പിക്കുന്നത്, തിരിച്ചറിവുകളാണ്. നിന്റെ ഭാര്യ ആരാ എന്നുള്ള തിരിച്ചറിവ്, നിന്റെ ഭർത്താവ് ആരാ എന്നുള്ള തിരിച്ചറിവ്, എന്റെ ദൈവം ആരാ എന്നുള്ള എന്റെ തിരിച്ചറിവ്, എന്റെ പാസ്റ്റർ ആരാ, എന്റെ മോശ ആരാ എന്നുള്ള എന്റെ തിരിച്ചറിവ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. ഓക്കെ, നമ്പർ 1, David and Jonathan, heart to heart connection. Number 2, Moses and Joshua. ഈ പെട്ടെന്ന് വരാം. പുറപ്പാട് പുസ്തകം 33:11. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പുറപ്പാട് 33:11. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്ന് മോശയുടെ ശുശ്രൂഷകനായ നൂന്റെ പുത്രനായ ജോഷുവ എന്ന ബാലിക്കാരനെ വായിച്ചേ, കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. മോശയും ഈ ജോനഥാനും ദാവീദും തമ്മിലുള്ള ഹൃദയപൂർവമായ ബന്ധത്തിൽ ഒരു ഉടമ്പടി ഞാൻ കാണുന്നു. ദാവീദിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു ജോനാഥാനെ ഞാൻ കാണുന്നു. ദാവീദിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ജോനാഥാനെ ഞാൻ കാണുന്നു. ദാവീദിന് വേണ്ടി അനുഗ്രഹത്തിന്റെ പ്രൊഫറ്റിക് ഡിക്ലറേഷൻ നടത്തുന്ന ഒരു ജോനാഥാനെ ഞാൻ കാണുന്നു. രണ്ടാമനാകാൻ തയ്യാറാകുന്ന ഒരു ജോനാഥാനെ ഞാൻ കാണുന്നു. വീട്ടിൽ അപ്പൻ കുടുംബക്കാരും മുഴുവൻ ദാവീദിന് വിരോധമായി സംസാരിക്കുമ്പോഴും ദാവീദിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ജോനാഥാനെ ഞാൻ കാണുന്നു. രണ്ടാമത് മോശയും ജോഷുവയും തമ്മിലുള്ള ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആണ്. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ മോശയുടെ ശുശ്രൂഷകനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാലിക്കാരനോ കൂടാരം വിട്ടുപിരിയാതെ ഇരുന്നു. നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ജോഷുവ? മോശയുടെ കൂടെ മിരിയമുണ്ട്. മോശയേക്കാൾ സീനിയർ ആയിട്ട് വേറൊരാളുണ്ട്. ഓൾറെഡി അദ്ദേഹം പ്രീസ്റ്റ് ആണ്, അഹരോൻ. എനിക്ക് ടിജി പാസ്റ്റർ പോലെയാണ് മോശയ്ക്ക് അദ്ദേഹം. അഹരോനുണ്ട്. ഒത്തിരി ആളുകൾ മോശയുടെ കൂടെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ജോഷുവ, ഈ ചെറുക്കൻ, ഈ ചെറുപ്പക്കാരൻ, ഈ യങ് മാൻ എന്തുകൊണ്ടാണ് അടുത്ത മാൻഡിലുമായിട്ട് രംഗത്ത് വന്നത്? ഭയങ്കര കാരണങ്ങളുണ്ട് അതിന് കേട്ടോ. ഒന്ന്, ഇവര് തമ്മിലുള്ള ഒരു, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഇവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്, ഇവര് തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അത് ഭയങ്കരമായിരുന്നു. ഈ ജോഷുവയെ സംബന്ധിച്ച് ആ ചെറുപ്പക്കാരൻ കൂടാരം വിട്ടുപിരിയാതെ നിന്നൊരു മകനാണ്. ഇപ്പൊ കൂടാരത്തിൽ എന്തായിരിക്കും ജോഷുവ ചെയ്യുന്നത്? ഒരിക്കലും കൂടാരത്തിൽ ജോഷുവ പ്രസംഗിക്കുകയല്ല. കൂടാരത്തിൽ ജോഷുവ ഒരുപക്ഷെ പ്രവചിക്കുകയായിരിക്കുകയല്ല. ജോഷുവ പ്രവാചകനായിരിക്കാം, പക്ഷെ ഞാൻ കണ്ടില്ല ബൈബിളിൽ ജോഷുവ പ്രവചിക്കുന്നത്. ഈ സപ്പോർട്ടിങ്
that vision. He's supporting the man of God. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ എന്തുകൊണ്ട് ജോഷുവ എന്ന് നിങ്ങൾ ചിന്തിക്കും. മിടുക്കന്മാര് പലരും ഉണ്ടായിരുന്നല്ലോ, പക്ഷെ എന്തുകൊണ്ട് ജോഷുവ? മോശ 40 ദിവസം ഫാസ്റ്റ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പർവ്വതത്തിലേക്ക് കയറി പോകുമ്പോൾ നിങ്ങൾക്കറിയാം, സഹോദരൻ ഉൾപ്പെടെ, അഹറോൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാം തിരിഞ്ഞു. ആർക്കെതിരെ തിരിഞ്ഞു? മോശയ്ക്കെതിരെ തിരിഞ്ഞു. ജനത്തിൽ നിന്ന് ആഭരണങ്ങളെല്ലാം മേടിച്ചു, സ്വോത്രകാഴ്ച ഉൾപ്പെടെ എടുത്തു. എന്നിട്ട് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അവരൊന്നിച്ച് ആരാധിച്ചു. മോശയുടെ കാലമൊക്കെ കഴിഞ്ഞൊന്ന് കരുതി. പക്ഷെ മോശ സിനായി മൗണ്ടനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോ മോശ ചോദിക്കുന്നുണ്ട്, അതെന്തോ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നേ? അത് ജയിച്ചവരുടെ പാട്ടല്ലല്ലോ ഞാൻ കേൾക്കുന്നത്. സ്പിരിറ്റിലാ പുള്ളി അതിനെ, അവനെ സംബന്ധിച്ച് അവൻ ജയിച്ചു പാടുക. ആത്മാവിൽ ട്യൂൺ പിടിക്കുന്ന മോശയെ സംബന്ധിച്ചത് തോറ്റ പാട്ടാണ്. അതാ പറഞ്ഞത്, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനം അനുസരിച്ച് നീ തോറ്റു കൊടുത്തതാണ് നിന്റെ ജയം. മോശ കേൾക്കുമ്പോൾ മോശയ്ക്ക് മനസ്സിലാകുന്നത് ജയിച്ചവരുടെ പാട്ടല്ല. അവർ റിപ്പോർട്ട് ചെയ്യുന്ന ആരാന്നറിയാവോ? മോശയ്ക്ക് റിപ്പോർട്ട് മുഴുവൻ കൊടുക്കുന്നത് ജോഷുവയാണ്. അപ്പൊ ജോഷുവ എവിടെ ഇല്ല? ആ കൂട്ടത്തിലില്ല. ഈ 40 ഡേയ്സും അവരോട് എഗ്രി ചെയ്യാതെ, അവരുടെ വിഷനോട് എഗ്രി ചെയ്യാതെ, അവന്റെ മാൻ ഓഫ് ഗോഡിനായി, അവന്റെ ദൈവപുരുഷനായി അവൻ ആർക്ക് ഉടമ്പടി ചെയ്തോ, അവൻ ആരുടെ കൂടെ നിന്നോ, അവനെ വെയിറ്റ് ചെയ്ത് ഈസ് വെയിറ്റഡ് ദ മൗണ്ടൻ. നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ജോഷുവ എന്ന്. ചുമ്മാ ഉണ്ടാകത്തില്ല. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ദൈവമാ മക്കളെ. ശുശ്രൂഷ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ ശുശ്രൂഷ ഒരാളെ ചാക്കിട്ട് പിടിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ സഭ, ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചിന് കല്ലിടുമ്പോൾ പറഞ്ഞു, സഭ പണിയുന്നത് പണം കൊണ്ടല്ല. പണം അതിന് ആവശ്യമാണേ ഉള്ളൂ. പണം കൊണ്ടല്ല സഭ പണിയുന്നത്, പ്രാർത്ഥന കൊണ്ടും കണ്ണുനീര് കൊണ്ടും നിയോഗങ്ങൾ കൊണ്ടുമാണ്. അവരോട് എഗ്രി ചെയ്യാതെ താഴെ നിന്നിട്ട് യോശുവ റിപ്പോർട്ട് ചെയ്യുകയാണ് മോശയോട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഒപ്പം നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒപ്പം നിൽക്കുന്ന ജോഷുവ മോശയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ്. യേശു കർത്താവ് 70 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ലൂക്കോസ് 10:1. ഈ 2 അവരെ ഊരുകളിലേക്ക് അയച്ചു. ഈ 2 അവർ ഗ്രാമങ്ങളിലേക്ക് ചെന്നു. ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ദ ലോർഡ്. അവർ ഗ്രാമങ്ങളിലേക്ക് ചെന്നതിന് ശേഷം വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്ന ഒരു സത്യമുണ്ട്. അവർ മടങ്ങി വന്നു, അവർ തിരിച്ചു വന്നു. അവർ തിരിച്ചു വന്നിട്ട് 17-ാമത്തെ വാക്യം, തിരിച്ചു വന്നിട്ട് ബൈബിൾ പറയുന്ന, കർത്താവെ, ആ 70 പേർ മടങ്ങി വന്ന്, കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് യേശു കർത്താവ് ഈ 70 പേരെ അസൈൻ ചെയ്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഇമ്പാർട്ട് ചെയ്തു. ഇമ്പാർട്ട് ചെയ്തതിന് ശേഷം ഇവരോട് പറഞ്ഞു, എനിക്ക് മുൻപായി, എനിക്ക് പകരമായി ആ പട്ടണത്തിൽ പോയി ശുശ്രൂഷിക്കാൻ പറഞ്ഞു. ബൈബിൾ അങ്ങനെ തന്നെയാ എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 10:1 താൻ ചെല്ലേണ്ട പട്ടണത്തിൽ തനിക്ക് മുൻപായി, തനിക്ക് പകരമായി, അങ്ങനെ വേണം പറയാൻ. യേശുവിന് പകരമായി. കണ്ടോ, താൻ ചെല്ലാനുള്ള ഓരോ പട്ടണത്തിലും സ്ഥലത്തിലും തനിക്ക് മുൻപായി. ടിനു പാസ്റ്റർ പോകേണ്ടടുത്ത് പോകാൻ ടിനു പാസ്റ്റർ ചിലരെ പ്രാർത്ഥിച്ചയക്കുന്നു. ടിനു പാസ്റ്റർ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാൻ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം ചിലരെ അപ്പോയിന്റ് ചെയ്ത് അവിടെ ആക്കി വെക്കുന്നു. അവരെന്ത് ചെയ്തു? 17-ാമത്തെ വാക്യത്തിൽ എന്ത് ചെയ്തു? അവർക്ക് വലിയ ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവർ ഭൂതങ്ങളെ പുറത്താക്കി വലിയ ഡെലിവറൻസ് മിനിസ്ട്രി നടത്തി. ഇപ്പൊ പട്ടണക്കാർക്ക് അവരെ തിരിച്ചു വിടാൻ പോലും വയ്യാത്ത നിലകളിൽ അവർ മിനിസ്ട്രി ഭയങ്കരമായിട്ട് അവിടെ ബൂം ചെയ്തു, ബ്ലസ്ഡ് ആയി. പക്ഷേ പോയ മോനെ, ഗോ, നടന്നേ, അങ്ങ് വരെ നടന്നേ പോയി. അവർ മിനിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് സ്റ്റേ ബാക്ക് ചെയ്യുവല്ല.
കം ബാക്ക്. അവർ തിരിച്ചു വന്നിട്ട് അവരെ ആരാണോ അയച്ചത് അവനോട് അവിടെ നടന്നത് റിപ്പോർട്ട് ചെയ്യുകയാണ്. നാട്ടുകാരോടെല്ലാം അല്ല റിപ്പോർട്ട് ചെയ്ത്, അവരെ ആരാണോ ആ മിനിസ്ട്രി ഏൽപ്പിച്ചത്, അവരെ ആരാണോ ആ ശുശ്രൂഷ ഏൽപ്പിച്ചത്, അവരെ ആരാണോ അസൈൻ ചെയ്തത്, അവർ തന്നെ എഴുന്നേറ്റ് വന്നവരല്ല. ആ വ്യക്തിയോട് തിരിച്ചു വന്ന് അവിടെ എന്തൊക്കെ സംഭവിച്ചു, അവരുടെ മിനിസ്ട്രി ഏത് നിലയിലായിരുന്നു എന്നത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ലീസൺ, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്, റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മിനിസ്ട്രി ഇപ്പോൾ നിന്നത് ഒരു 50 ലെവൽ റേഞ്ചിലാണെങ്കിൽ ആ റിപ്പോർട്ട് കഴിഞ്ഞ് യേശു അവർക്ക് അടുത്ത അധികാരം കൊടുക്കുന്നു, പാമ്പുകളെയും തേളുകളെയും. കമ്മിറ്റ്മെന്റ് ഉള്ളവനിൽ, അക്കൗണ്ടബിലിറ്റി ഉള്ളവനിൽ അഭിഷേകം വർദ്ധിക്കും. കമ്മിറ്റ്മെന്റ് ഉള്ളവനിൽ, അക്കൗണ്ടബിലിറ്റി ഉള്ളവനിൽ ഇനിയും അധികാരങ്ങൾ പകരും. കമ്മിറ്റ്മെന്റ് ഉള്ളവനിൽ, അക്കൗണ്ടബിലിറ്റി ഉള്ളവനെ ഇനിയും കാര്യങ്ങൾ ഏൽപ്പിക്കും. യേശു അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചു. ലിസൺ, യേശു അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചു, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. താൻ പോകേണ്ടടുത്ത് പോകാൻ അയച്ചു, താൻ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാൻ അയച്ചു, തന്റെ പ്ലാറ്റ്ഫോം അവർക്ക് കൊടുത്തു. പക്ഷേ കർത്താവിനെ അത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഇവരെ എടുത്തല്ലോ എന്നോർത്ത് കർത്താവ് ദുഃഖിക്കുന്നില്ല. കർത്താവ് അടുത്തത് അവരിലേക്ക് പകരുക. കാരണം അവർ കമ്മിറ്റഡ് ആയിരുന്നു, അവർ അക്കൗണ്ടബിൾ ഉള്ളവരായിരുന്നു. അവർ പോയിട്ട് ആ വഴി പോവല്ലായിരുന്നു. അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് അവർ തിരിച്ച് ഏൽപ്പിച്ചവന്റെ അടുക്കൽ വന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. വൈ ജോഷുവ? എന്തുകൊണ്ട് ജോഷുവ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമുക്ക് ജോഷുവ മോശയോട് കമ്മിറ്റഡ് ആയിരുന്നു. ഈ ചില സമയത്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലകളിൽ ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആയിരുന്നു ഇവർ തമ്മിൽ. സംഖ്യാപുസ്തകം 11:28 വായിക്കുന്ന സമയത്ത് നൂന്റെ മകനായി ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷകനായിരുന്ന ജോഷുവ, എന്റെ യജമാനനായ മോശയെ അവരെ വിരോധിക്കണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ വളരെ ആഴമായിട്ട് ഈ സംഖ്യായുടെ പുസ്തകവും പുറപ്പാടിന്റെ പുസ്തകവും പഠിച്ചാലേ നിങ്ങൾക്കൊരു കാര്യം ഭയങ്കരമായിട്ട് പിടികിട്ടും. ഈ പല സമയങ്ങളിലും അഹരോൻ പറഞ്ഞതോ മറ്റ് പല പ്രായമുള്ളവർ, സ്വന്തം പെങ്ങള് പറഞ്ഞതുപോലും മോശ കേട്ടിട്ടില്ല. പക്ഷേ ഈ ചെറുക്കൻ എന്ത് പറഞ്ഞാലും മോശ ചെയ്യുമായിരുന്നു. അതെന്നാന്നറിയോ? പെങ്ങൾക്കും അളിയനും ഇല്ലാത്തൊരാത്മബന്ധം, ഹൃദയവുമായിട്ടുള്ള ഒരു ബന്ധം. എന്താണ് മോശയെ കൂടെ നിന്ന തന്റെ ആത്മീയ പുത്രനായ ജോഷുവ സംബോധന ചെയ്തേ? മൈ ലോർഡ് മോസസ്. അത് മോശ ദൈവമായോണ്ടല്ല, അതൊരു മനോഭാവമാണ്. കാരണം ജോഷുവയെ സംബന്ധിച്ച് ദൈവതുല്യനായി മോശയെ ജോഷുവ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, ഏലിയാവിന്റെ പ്രൊഫറ്റിക് സ്കൂളിൽ, പ്രവാചക കൂട്ടത്തിൽ ഏലിയാവ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ കൂടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഹൗ മെനി പീപ്പിൾ? ഇൻക്ലൂഡിംഗ് എലൈജ 51 പീപ്പിൾ. 51 പേരുണ്ടായിരുന്നു. ഈ 50 പേരെയും ജോർദാന്റെ മറുകരയിൽ നിർത്തിയിട്ടാണ്, യജമാനനാണ്, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് എലീശ കൂടി ജോർദാൻ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങുന്നത്. ആരും ഇല്ലാഞ്ഞിട്ടല്ല ജോഷുവ.
ആരും ഇല്ലാഞ്ഞിട്ടല്ല എലീശ. അങ്ങനെ ചിന്തിക്കല്ലേ കേട്ടോ. ഇതൊക്കെ തമ്പുരാൻ സെറ്റാക്കുന്നതാ. ഇനി ജോഷുവ മോശയെ സംബോധന ചെയ്തത് മൈ ലോർഡ് മോസസ്. പക്ഷേ എന്തുകൊണ്ട് ഈ പുതപ്പ് അഭിഷേകത്തിന്റെ ഈ പുതപ്പ് എലീശയുടെ മേളിൽ വന്നെന്നറിയാവോ? ആ ബന്ധമാണ്. ഏലിയാവ് ഭയങ്കര റൂഡാ. നിങ്ങൾക്കറിയാം, ഏലിയാവ് എന്ന് പറയുന്ന ആള് ഭയങ്കര റൂഡായിരുന്നു, മയയില്ലാത്തവനായിരുന്നു. പുള്ളിയുടെ പ്രൊഫസിയൊക്കെ മയയില്ലാത്തവനായിരുന്നു. കൂടെ നിൽക്കുന്ന എലീശയോട് പറയും, നീ എന്റെ കൂടെ വരണ്ട, നീ ബഥേലിൽ നിന്നാ മതി. പുറകെ നടക്കുന്നു, എന്തിനാ പുറകെ? നീ ബഥേലിൽ നിന്നാ മതി, നീ ഗിൽഗാലിൽ നിന്നാ മതി, നീ ജോർദാന്റെ കരയപ്പുറത്ത് നിന്നാ മതി. അതാണ്ട് 50 പേര് തോന്നി അവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കും. വെരി റൂഡ്. പക്ഷേ ഈ 50 പേരും തിരിച്ചറിയാതെ പോയ ഒരു ബന്ധം, സത്യത്തിൽ ഏലിയാവ് പോലും തിരിച്ചറിയാതെ പോയൊരു ബന്ധം ഹൃദയം കൊണ്ട് ഏലിയാവിനോട് എലീശയ്ക്കുണ്ടായിരുന്നു. അതാണ് 2 രാജാക്കന്മാർ 2:12 വാക്യത്തിൽ ഈ ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ 11 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അശ്വരഥങ്ങൾ വന്ന് ഇവരെ തമ്മിൽ വേർപിരിച്ച് ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ച്, അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. അപ്പോ 12 വാക്യത്തിലേക്ക് വരുമ്പോ എലീശ അത് കണ്ടിട്ട്, മൈ ഫാദർ, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. 13 വാക്യം പറയുന്നു, പിന്നെ അവൻ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനരികെ നിന്നു. ഈ ഒരു മൊമെന്റ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവെന്ന് കൊണ്ടുവരികയാണ്. The presence realm is very high, that place, because heaven ഇറങ്ങി വന്ന് നിൽക്കുക. Spirit realm is open over there. സ്പിരിറ്റ് realmത്തിലാ ഇത് കാണുന്നേ. അപ്പുറത്ത് നിൽക്കുന്ന ആക്കി ഈ അഗ്നിരഥങ്ങളും ഈ ഇതും ഒന്നും കാണാൻ പറ്റത്തില്ല. സ്പിരിറ്റ് realmത്തിൽ നിൽക്കുന്നവനെ ഇത് കാണാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ആ ബന്ധം, ഏലിയാവുമായിട്ടുള്ള എലീശയുടെ ബന്ധം ഒരിക്കൽ കൂടെ എലീശ വിളിക്കുകയാണ്, മൈ ഫാദർ. എലീശ വിളിച്ചത് സ്വർഗത്തിലെ ദൈവത്തെ അല്ല, എന്റെ പിതാവേ, എന്റെ പിതാവേ. ഇസ്രായേലിന്റെ തേരും തേരാളിയും എന്ന് വിളിച്ചത് തന്റെ പ്രവാചകനെയാണ്, തന്റെ പ്രൊഫറ്റിനെയാണ്, തന്റെ ആത്മീക പിതാവിനെയാണ്. ഞാൻ ഉറപ്പായും പറയുന്നു, 50 പേര് ഇനി അപ്പുറത്തല്ല, എവിടെ പോയി നിന്നാലും ബന്ധത്തിലാണ് പുതപ്പ് വീഴുന്നത്. അത് ജഡീകമല്ല, അത് മാനുഷികമല്ല, അത് മ്ലേച്ഛതയല്ല, ഹോളി, പ്യുവർ. നമ്മൾ കണ്ടു, ജോഷുവ കൂടാരം വിട്ടുപിരിയാൻ നിന്നു, മോശയോടൊപ്പം നിന്നു, ദർശനത്തോടൊപ്പം നിന്നു, പ്രാർത്ഥനയിൽ നിന്നു. പക്ഷേ മോശ മരിച്ചു കഴിഞ്ഞിട്ടും, അതാ പറഞ്ഞു, ഇത് ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആണ്, ഉപരിതലമല്ല, ഇത് അഭിനയമല്ല. ഈ ദൈവം ഒറിജിനൽ ആയതുകൊണ്ട് ഒറിജിനലിനകത്തെ ദൈവം പകരുള്ളൂ. ഈ ജോഷയുടെ പുസ്തകം 22 5 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരു സാഹചര്യത്തിന്റെ നടുവിൽ
ജോഷുവ പറയുകയാണ്, ജോഷുവയുടെ പുസ്തകം എന്ന് പറയുമ്പോൾ ജോഷുവ പറയുകയാണ് 22:5, എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും അവനോട് പറ്റിച്ചേർന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യണമെന്ന് യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയും ന്യായപ്രമാണവും ആചരിപ്പാൻ ഏറ്റവും ജാഗ്രതയുള്ളവരായിരിപ്പീൻ. കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോഴും, മോശ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും ജോഷുവ ഇപ്പോഴും നിൽക്കുന്നത്, ഇപ്പോഴും ജനത്തെ പഠിപ്പിക്കുന്നത് മോശയുടെ തത്വമാണ്. പുതിയൊരു തിയോളജി ആയിട്ട് വരികയല്ല. ഹലോ, മോശ പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ. മോശ പഠിപ്പിച്ച ആ കൽപ്പനയിലും പ്രമാണത്തിലും നിൽക്കാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. പുതിയൊരു വിഷനും പുതിയൊരു തത്വവുമായി ഞാൻ നിങ്ങളുടെ അരികിൽ വരികയല്ല. ഞാൻ ആ മനുഷ്യനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഹൃദയം കൊണ്ട് ഉടമ്പടി ചെയ്തവനാണ്. അങ്ങേരില്ലെങ്കിൽ ഞാനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് ആ മനുഷ്യൻ പഠിപ്പിച്ചതാണ്. ഇപ്പോഴും സ്റ്റിൽ ടുഡേ ജീസസ്, it's a Bible principle. പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയർ 4:9 വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ പലയിടത്തുനിന്നും പഠിച്ചിട്ട് വന്ന സാധനങ്ങൾ, പലയിടത്തുനിന്നും കേട്ട ഉപദേശങ്ങൾ, പലരും നടത്തിയ ബ്രെയിൻ വാഷുകൾ, ഇതൊക്കെ നിങ്ങളുടെ ശുശ്രൂഷയെ ബാധിക്കും, ബന്ധത്തെ ബാധിക്കും. ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത് തിരിച്ചറിയത്തില്ല. ഞാനത് മനസ്സിലാക്കത്തില്ല. പക്ഷെ എൻ്റെ സ്പിരിറ്റും എൻ്റെ കൂടെയുള്ള ഏഞ്ചൽസും അത് തിരിച്ചറിയും. ആ വ്യക്തിയുടെ സ്പിരിറ്റുമായി യുദ്ധത്തിന് നിൽക്കും. അപ്പോഴാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. എവിടെ കുഴപ്പമുണ്ട്? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടതുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്തെങ്കിലും ഇവിടുന്ന് കണ്ടു പഠിച്ചോ? ഈ ശുശ്രൂഷയിൽ കൂടി ഉപവസിക്കാൻ പഠിച്ചോ? പ്രാർത്ഥിക്കാൻ പഠിച്ചോ? ആത്മീയമായി വളർന്നോ? ബലപ്പെട്ടോ? ദൈവം പ്രവർത്തിക്കുന്നവനെന്ന് തിരിച്ചറിഞ്ഞോ? ഒന്നിനും കുറവില്ലാതെ കർത്താവ് നടത്തുന്നുണ്ടോ? ഇല്ലെന്നാ പറയുന്നെങ്കിൽ എനിക്കിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് ചോദിക്കേണ്ടി വരും, എന്താ അതിന്റെ കാരണം? എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ ഈ ദർശനത്തിൽ നിന്നാൽ നിനക്കൊരു സമാധാനം ഉണ്ടാവും. നമ്മളെ കണ്ടും പഠിക്കാനും ഗ്രഹിക്കാനും ഒക്കെ മറ്റുള്ളവർക്ക് കഴിയണം. സ്തോത്രം. സമാധാനത്തിന്റെ ദൈവം കൂടിയിരിക്കണം. ആഗ്രഹമുള്ളവരല്ലേ എലിയ പറഞ്ഞ്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് അതിന് വിട്ടു പോകല്ലേ. ജീസസ്, ഹല്ലേലൂയ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം കൂടെ ഉണ്ടാകും. ഇതൊരു റിലേഷൻഷിപ്പ്, ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ. പൗലോസ് ഇത് പറയുന്നത് ആരോടാണെന്നറിയോ? പറഞ്ഞ് ഇതൊരു ബന്ധമാണ്. അത് മോശയും ജോഷുവയും തമ്മിലുണ്ടായിരുന്നു. അത് ജോനാഥാനും ദാവീദും തമ്മിലുണ്ടായിരുന്നു. ഇത് പൗലോസും തിമോത്തിയോസും തമ്മിലുണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15, 16, 17 വാക്യം. നിങ്ങളിൽ ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്തിൽ
ജനിപ്പിച്ചത്. ആകയാൽ നിങ്ങൾ എന്റെ അനുകാരികൾ ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് നിമിത്തം കർത്താവ് വിശ്വസ്തനും എന്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാലേ ഞാനത് പ്രസംഗിക്കത്തു. ഈ 16-ാമത്തെ വാക്യം പറയാൻ ഒരു ജീവിതം വേണം. നിങ്ങളെല്ലാരും ആരും എന്നെ കണ്ടുപിടിക്കണ്ട, നിങ്ങളെല്ലാരും കർത്താവിനെ കണ്ടുപിടിച്ചാ മതി. അതാണോ? നിങ്ങൾ ആരും എന്നെ അനുകരിക്കണ്ട, നിങ്ങൾ കർത്താവിനെ അനുകരിച്ചാ മതി. പക്ഷെ സാക്ഷ്യമുള്ളവന്, നിലവാരമുള്ളവന്, ജീവിതമുള്ളവന് ഇത് പറയാൻ കഴിയും. അവനെ ഇത് പറയാൻ കഴിയൂ. ഹല്ലേലൂയ. കർത്താവേ, അത് ഈ സഭയിൽ വർദ്ധിക്കട്ടെ, ഈ ജനത്തിൽ അത് വർദ്ധിക്കട്ടെ. ഇവരുടെ കുടുംബക്കാര് അത് പറയട്ടെ, ഇവരുടെ ബന്ധുമിത്രാദികൾ അത് പറയട്ടെ.